ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഇലയടയായാലോ? ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ റെക്കോർഡായില്ല, അത് സാരല്ല, ഞാൻ പറഞ്ഞുതരാമേ. ആദ്യം ശർക്കര ഉരുക്കാൻ വെക്കണം. ഒരു 350 ഗ്രാം ശർക്കരയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കണം. ശേഷം നമുക്ക് അടയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 1/4 കപ്പ് റാഗിയും 1/4 കപ്പ് ഗോതമ്പ് പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ലേശം ഉപ്പിട്ട് ഒന്ന് തിരുമ്മി വെക്കണം. മാവ് കുഴച്ചെടുക്കുന്നതിനായി നേരിയ ചൂടുവെള്ളവും 1/4 കപ്പ് ശർക്കര പാനിയും ഒഴിച്ച് മാവ് ചെറിയ അയവിൽ കുഴച്ചു വെക്കണം. ഫില്ലിംഗ് തയ്യാറാക്കാൻ ഒരു വലിയ തേങ്ങ ചിരകി ശർക്കര പാനിയും ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഇളക്കി അതിലേക്ക് 4 ഏലക്കയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും നന്നായി ചതച്ച് ചേർക്കണം. അതിലേക്ക് ഒരു ഏത്തപ്പഴവും കൂടി ചെറുതായി അരിഞ്ഞ് ചേർക്കണം. വറ്റി വരുമ്പോൾ 1 ടീസ്പൂൺ നെയ്യും ചേർത്ത് ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം. ഫില്ലിംഗ് റെഡി. ഇനി അവസാന ഘട്ടത്തിലേക്ക് കടന്നാലോ? ഇല നന്നായി കഴുകി തുടച്ച് എടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. ശേഷം ലേശം എണ്ണ പുരട്ടി എടുക്കാം. മാവ് ഇലയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതെ നമുക്ക് അട എളുപ്പം എടുക്കാനാണ് എണ്ണ പുരട്ടുന്നത്. അതിനുശേഷം കുറച്ച് മാവ് എടുത്ത് ഇലയിൽ വെച്ച് നന്നായി കനം കുറച്ച് പരത്തി അതിലേക്ക് ആവശ്യത്തിന് ഫില്ലിംഗ് വെച്ച് മടക്കി എടുക്കണം. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കണം. അതിനുശേഷം ആവിച്ചെമ്പിൽ വെള്ളം വെച്ച് തിളക്കുമ്പോൾ അതിലേക്ക് അട വെച്ച് ഒരു 40 to 45 മിനിറ്റ്സ് ആവിയിൽ വേവിച്ചെടുക്കാം. ദാ നമ്മുടെ ചൂട് ഇലയുടെ റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയണേ.